നോക്കിയാല് തമിഴ് ന്യൂ ഇയർ ആയത്. അപ്പൊ നമ്മൾ രണ്ടും സെലിബ്രേറ്റ്. പക്ഷെ അത് കൊള്ളാല്ലേ നമുക്ക് അതാവുമ്പം ഇപ്പോഴും ഓർമ്മയുണ്ട്. കൊച്ചാലത്തൊക്കെ നമ്മൾ ഇതുപോലെ രാവിലെ എണീറ്റ് എല്ലായിടത്തും കൈനീട്ടം വാങ്ങി. കൈനീട്ടൊക്കെ വാങ്ങിച്ചു തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഞാൻ എന്റെ ചേട്ടന്മാരെല്ലാരും കൂടെ എഴുന്നിട്ട് അത് എത്ര സദ്യ വേറെ കിട്ടില്ല. പറഞ്ഞ പോലെ കളിയക്കാവള അവിടെ ഒരു തമിഴുണ്ട്. അത് ആ തമിഴ് ഏകദേശം മാർത്താണ്ഡം പമ്മണാകുമ്പോൾ അതൊരു തമിഴാണ്. അത് താണ്ടി കഴിഞ്ഞാല് ഈ അഴയമുണ്ടവും തക്ക കൂട്ടി കൊടുക്കാം. ഹലോ, തുടങ്ങാമോ? നമസ്കാരം, നമ്മൾ തമ്മിൽ പാർട്ട് 2ലേക്ക് സ്വാഗതം. ഹലോ 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 സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ പഴയ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കന്യാകുമാരി എങ്ങനെയാണ്, അതിന്റെ ചരിത്രം എങ്ങനെയാണ്, ആ വക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഹിസ്റ്ററി എന്താണ് മേജർ ഒരുവിധം നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്നുണ്ട്. അത് നമ്മൾ ഇവൻച്വലി വീഡിയോസിലായിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആയിട്ട് വിത്ത് ഇമേജസ് ആൻഡ് പ്രൂഫോടെ നമ്മൾ സംസാരിക്കും. സോ ഇന്നത്തെ ടോപ്പിക് മേജർലി വന്നിട്ട് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി. സോ ഇത് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി. നിങ്ങൾക്കിപ്പോ കാണാം, നമ്മളെല്ലാവരും ഒരു കോസ്റ്റ്യൂമിലാണ്. സോ ഇന്നതൊരു വിഷു ദിനമാണ് മേജർലി. സോ ഒരു വിഷു ദിനം കുറിച്ച് വിശേഷങ്ങളും നമ്മളെല്ലാം സംസാരിക്കാൻ പോവാണ്. അഗൈൻ ഇതൊരു പോഡ്കാസ്റ്റ് സീരീസ് ആണ്. നമ്മളിതിൽ പല കാര്യങ്ങളും സംസാരിക്കും. ഇത് നമ്മുടെ കൂട്ടുകാർ ആൾക്കാർ ആഡ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ മാതിരി പ്രോമിസ് ചെയ്തതുപോലെ ഈ എപ്പിസോഡിൽ നമ്മളൊരു ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കിരൺ. ഹലോ ഹലോ നമസ്കാരം. നമ്മളെ കൂട്ടുകാരാണ്. നമ്മള് എന്താ പറയാ, ഞാനും അവനുമായിട്ട് ഒരു നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഒരു ബന്ധമാണ്. ഇതിൽ ഏറ്റവും നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ മൂന്നുപേരും ഡിഫറെന്റ് ടൈം ലൈൻസിലാണ് പരിചയപ്പെട്ടത്. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും നമ്മളൊരു എന്താ പറയാ ഒരു കോമൺ ഗ്രൗണ്ട് ആണ് സത്യം പറഞ്ഞത്. സോ അത് അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ആണ് നമ്മളിപ്പോ ഒരു ഡിസ്കഷനിലോട്ട് മേജറിൽ പോവാണ്. സോ ടു സ്റ്റാർട്ട് വിത്ത് യെസ്, ദിസ് ഈസ് മിസ്റ്റർ കിരൺ. സോ ഹി വിൽ ബി ജോയിനിങ് us from episode 2. ഇനി വരുന്ന 2-3 എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് കിരണിനെയും കൂടെ കാണാം. അപ്പൊ കിരണിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഹോൾ കണ്ടന്റ്. സോ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം ലാസ്റ്റ് വീഡിയോയിൽ എന്താ സംഭവിച്ചെന്നുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മള് കന്യാകുമാരിയുടെ ഹിസ്റ്ററി, കൾച്ചർ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഹിസ്റ്ററി എന്താണ്, നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാര്യം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ നോക്കിയാല് തമിഴ് ന്യൂ ഇയർ ആയത്. അപ്പൊ നമ്മൾ രണ്ടും സെലിബ്രേറ്റ്. പക്ഷെ അത് കൊള്ളാല്ലേ നമുക്ക് അതാവുമ്പം രണ്ടും സെലിബ്രേറ്റ് ചെയ്യാം. നമ്മള് പാലക്കാടിൽ പോലും ഈ സ്പെഷ്യാലിറ്റി ഇല്ല. പുറത്തോട്ട് ഇപ്പൊ വിഷു എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ വിഷു എന്താണെന്ന് ചോദിക്കും. ഈ കൈനീട്ടം കിട്ടുന്ന പരിപാടിയൊക്കെ നമ്മൾ കേരളത്തിലുള്ള ഇത് തമിഴ് ന്യൂ ഇയർ ആകുമ്പോൾ അതും ആഘോഷിക്കും. ഇവിടത്തെ നമ്മളെ ഇവിടെ കോവിലൊക്കെ ചിലപ്പോഴും രണ്ടും ഒരേ ദിവസം വരും. 1 നവംബർ ഇപ്പൊ April 14th തമിഴ് വന്നു, മലയാളം ഒന്നാ. പക്ഷെ കഴിഞ്ഞ വർഷം നോക്കുമ്പോഴ് അത് മാറി. സോ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഒരു കൾച്ചറൽ ഡിഫറൻസ് മേജർലി എന്താ പറയാ ഒന്നായിട്ട് കൊണ്ടുപോകാൻ. അപ്പൊ വിഷുയുടെ വിശേഷങ്ങൾ എന്ന് വെച്ചാല് നമ്മൾ വിഷുയുടെ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. വിഷു എന്ന് പറഞ്ഞാൽ മേജർലി നമ്മൾ രാവിലെ കണി കാണുന്ന ഒരു, അത് ഒരു 1-ാം തീയതി നല്ല
ഒരു ദിവസമായിട്ട് പിന്നെ തുടങ്ങുന്ന- മെയിൻ പരിപാടി ഉണ്ട്, പൈസ കളക്ഷൻ. ആ, പൈസ. അത് മറക്കാൻ പറ്റൂലല്ലോ. അതിന്റെ main കാര്യം. നമ്മള് കുട്ടിക്കാലത്തൊക്കെ അവിടെ നിന്ന് ഓർമ്മ ഉണ്ടാകുന്നതാണ്. നമ്മള് അപ്പോഴൊക്കെ ആരൊക്കെ നമ്മളെ ബന്ധുക്കാർ വീട്ടിലാണ് എല്ലാ വീട്ടിലും നമ്മൾ പോകും. ബന്ധുക്കള് മാത്രമല്ല ഈ വയസ്സില് വലിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോകും. കാണും. അവർ കണ്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടും. അപ്പൊ അവര് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കാര്യം, നമ്മള് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകണം, എല്ലാവരും വീട്ടിൽ പോകും. ആ ഒരു ദിവസം നമ്മൾ എല്ലാവരും കാണും, എല്ലാവരും വീട്ടിൽ. നമ്മള് ഈവൻ നമുക്ക് കിട്ടുന്ന ഒരു 10 രൂപയായിരുന്നാലും നമുക്ക് കിട്ടുന്ന ആ ഒരു ആ ഒരു ഹാപ്പിനെസ്, അത് ആ ഒരു enthusiasm. മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. നമ്മളൊരു ഇതിൽ കൂടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മള് കുട്ടിക്കാലത്തിൽ നമ്മൾ ഇതൊരു ശീലമായിട്ട് നമ്മൾ ഇനി വരുന്ന ജനറേഷൻസ് നമ്മൾ സജസ്റ്റ് ചെയ്യണം. കാരണം മെയിൻ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മള് പണ്ട് പല വീട്ടുകളിൽ പോകുമ്പോൾ നമ്മൾ കുറെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, നമ്മൾ കുറെ ഒരു പരിചയപ്പെട്ടു. ഈവൻ ദോ നമുക്ക് അറിയാൻ പറഞ്ഞുള്ള രണ്ടാമത്തെ കാര്യം, പക്ഷെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ കുറെ പേരെ ഒരു കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും, നിറയെ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഓർമ്മ ഉണ്ട്. കൊച്ചാലത്തൊക്കെ നമ്മൾ ഇതുപോലെ രാവിലെ എണീറ്റ് എല്ലായിടത്തും കൈനീട്ടം വാങ്ങി. കൈനീട്ടൊക്കെ വാങ്ങിച്ചു തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും, ഇപ്പൊ ഞാനും എന്റെ ചേട്ടന്മാരെല്ലാരും കൂടെ എഴുന്നിട്ട് അത് എത്രയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ നോക്കും. ആർക്കാണ് കൂടുതൽ കിട്ടിയത്. എന്നിട്ട് എന്തെന്ന് പറഞ്ഞാൽ അന്ന് വീട്ടിലൊന്നും പറയില്ല, അന്ന് ലീവാണ്, എല്ലാവരും സാധാരണ ലീവാണ്. അപ്പൊ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പടത്തിന് പോകും. അപ്പൊ കൊച്ചിലേക്ക് റയർ ആയിട്ടാണല്ലോ, ഇപ്പോഴും നമുക്ക് എപ്പോഴാണെങ്കിലും പോവാം, അപ്പോഴൊക്കെ റയർ. അപ്പം കൊച്ചിൽ എന്തെന്ന് പറഞ്ഞാൽ ഈ പൈസ കളക്ഷൻ ചെയ്തിട്ട് നമ്മള് എല്ലാരും, നമ്മളും ചേട്ടന്മാരെല്ലാരും കൂടെ പടത്തിന് പോകും. നല്ലൊരു മെമ്മറീസ് ആണ്. നല്ലൊരു അടിപൊളി ഇതൊക്കെയാണ്. പക്ഷെ അതുപോലെ നമ്മള് വിഷു ഒക്കെ പണ്ട് നേരിട്ട് പോയി അവരെ കണ്ടതൊക്കെ ഇപ്പോഴെല്ലാം ഫോണിൽ കൂടെ ആണ്. ജിപേ ഇപ്പൊ ടെക്നോളജി അഡ്വാൻസ് ആയല്ലോ. നേരത്തെ കണ്ടില്ലെങ്കിൽ ഒരു ജിപേ അയച്ചോ. പിന്നെ പഴയ കാര്യത്തിലൊരു വെച്ചാൽ നമ്മളെ മുത്തശ്ശന്മാർ, നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശികളല്ല, പൊതുവെ നമ്മളെ ഈ നാട്ടിലുള്ള മുത്തശ്ശികളെ നമ്മൾ കാണും, അവർക്ക് സംസാരിക്കും, അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം. അതായത് നമ്മള് ഇപ്പം അമേരിക്കയിൽ ഈ ഹാലോവീൻ ഫെസ്റ്റിവൽ കുട്ടികളൊക്കെ വന്നിട്ട് നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ചെയ്യും. ഇപ്പൊ ഇവിടെ അറിഞ്ഞ ആൾക്കാരെന്നല്ല, അറിഞ്ഞ ആൾക്കാരെന്നല്ല, ചില കൊച്ചുകൾ വന്നിട്ട് എന്റെ ഫാദറിന്റെ അടുത്തും അല്ല പൊതുവെ നമ്മൾ കൂട്ടുകാരായിരുന്നാലും അറിഞ്ഞാകുമ്പോഴത്തേക്കും അവർ അങ്ങനെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ആണ്. അതുപോലെ ഡ്രസ്സുകൾ എടുക്കാറുണ്ട്. നമ്മൾ പണ്ട് എടുക്കാറുണ്ട്. ഈ സെറ്റപ്പ് കാണുന്ന പഴയ ഡ്രസ്സൊക്കെ കോടി എടുക്കുമ്പോ നമുക്കൊരു മെയിൻ ഇതെന്ന് പറയുന്നത് നമുക്ക് അത് ഇടാനുള്ളൊരു എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ഉണ്ടോ. പിന്നെ അവിടെ അമ്പലത്തിൽ പോകുമ്പോൾ നിറയെ ആൾക്കാരെ കാണും, അതും രാവിലെ നേരത്തെ പോകും, ആദ്യം പോയി കൈനീട്ടം വാങ്ങിക്കണം, ആദ്യം അവിടെ നിന്ന് വാങ്ങിക്കണം, എന്നിട്ട് അവിടെ നിന്ന് എല്ലായിടത്തും വാങ്ങിക്കണം. കളക്ഷൻ ആർക്കാണോ കൂടുതൽ സ്പോൺസറും കൂടിയാണ്. അവരാണ് സ്പോൺസർ, ആരാണ് സ്പോൺസർ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ അങ്ങനെയാണ്. ഇപ്പൊ ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. ഇനി പോകെ കാണുമെന്ന് വെച്ചാൽ അതും ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ പെട്ടെന്ന് തോന്നുന്നു വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒരു ടോപ്പിക് കൂടെയാണ്. നമ്മുടെ ഈ കന്യാകുമാരി മാത്രമാണ് എനിക്ക് തോന്നുന്നുള്ളത് ഈ ഒരു കൾച്ചറൽ ഡിഫറൻസസ് ഉള്ളത്. കാരണം ഇവിടെ നമുക്ക് ഹിന്ദുക്കളുണ്ട്, ഇവിടെ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഒരു നല്ലൊരു മേജർ എമൗണ്ട് ഓഫ്. സോ അതില് നമ്മൾ ഹിന്ദു ഫെസ്റ്റിവൽസും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ ഫെസ്റ്റിവൽസും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മുസ്ലിം ഫെസ്റ്റിവൽസും നമ്മൾ ആക്റ്റീവായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം ലീവാണ്, ലോക്കൽ ഹോളിഡേക്ക് നമുക്ക് ലോക്കൽ ഹോളിഡേയിലും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മള് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റംസാനിന്റെ അവരുടെ ഫ്രണ്ട് അവരെന്താ ചെയ്യുന്നത്, ഈ 6 മണിക്ക് പൂവ പൊട്ടിക്കുന്നത് അതെന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. ആ ഒരു വിഷു എന്ന് പറയുമ്പോഴും ഓണമാവട്ടെ അവരൊക്കെ നമ്മളെ വീട്ടിൽ ശരിയാണ്. നമ്മളതില് ഈ റിലീജിയസ് ഡിഫറൻസ് ഇല്ലാതെ നമ്മൾ എല്ലാം ആഘോഷിക്കാറുണ്ട്. വേറൊരു കാര്യം അറിയാമെന്നാണ്, നമ്മളെ സ്ഥലത്ത്
ഈ സമത്വപുരം എന്ന് പറഞ്ഞ 2-3 സ്ഥലങ്ങൾ പേരുണ്ട്. പേരെന്നാണ് സമത്വപുരം കേട്ടിട്ടുണ്ടോ നീ? അത് അതായത് പക്ഷെ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാരും ഒരുമിച്ചിരിക്കുന്നുണ്ട്. അതാണ് അതിന്റെ പേര്, സമത്വം. ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് അങ്ങനത്തെ കന്യാകുമാരിന്റെ പ്ലേസുകളുണ്ട്, സംസ്കൃതമുണ്ട്. അപ്പം അതും അല്ല, നമ്മുടെ കന്യാകുമാരി മൊത്തത്തിൽ അങ്ങനെയാണ്. എല്ലാവരും പൊതുവെ ഇവിടുത്തെ ആൾക്കാർ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് നേരത്തെ സംസാരിച്ച പോലെ ആറുവേ മൊഴി വരെയാണല്ലോ നമ്മളെ കന്യാകുമാരി കളിയേക്കാനുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് ആറുവേ മൊഴിയാണ് നമ്മുടെ കളിക്കുക. ഇപ്പോഴും ആറുവേ മൊഴി പോയ ചെറിയ ചെറിയ ഈ കൽവെട്ട് പണ്ട് ഈ കിലോമീറ്റേഴ്സിന് ബോർഡില്ല, കിലോമീറ്റർ. അപ്പൊ അവിടെ എപ്പോഴും തിരുവിതാംകൂർ സംസ്ഥാനം എഴുതിയിട്ടുണ്ട്. സോ ആ ട്രിവാൻകൂർ സംസ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ ഇതാണ് ബോർഡർ. ഇവിടെ ഓരോ മതക്കാരും വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പം മതക്കാർ താമസിക്കുമ്പോൾ ഇവിടെ മതഭേദമില്ല. പൊതുവെ ഇവിടെ നമ്മൾ എല്ലാവരും ഇതും നമ്മള് എല്ലാരും വെൽക്കം ചെയ്യും. എല്ലാവരും ഒരു ഐഡിയ വെച്ച് നമ്മള് ഇപ്പം ഇന്ത്യ നടക്കുമ്പോൾ യൂണിറ്റി ഡൈവേഴ്സിറ്റി അതുപോലെയാണുള്ള കന്യാകുമാരി. നമ്മൾ ഇന്ത്യ മൊത്തമായിട്ട് ഇപ്പൊ ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഇപ്പം ലാംഗ്വേജസില് മലയാളം, തമിഴ്. ഇപ്പൊ നമ്മള് ഇന്ത്യ പൊതുവെ ലാൻഡ് ഓഫ് ലാംഗ്വേജസ് കൂടെയാണ് പറയുന്നത്. ലാൻഡ് ഓഫ് ടെമ്പിൾസ്, ലാൻഡ് ഓഫ് കൾച്ചറിന് ഉപരി ലാൻഡ് ഓഫ് ലാംഗ്വേജ് കൂടെ. ലാൻഡ് ഓഫ് ലാംഗ്വേജ് എന്ത് പറയുന്നത് കാരണം ഓരോ 200 കിലോമീറ്റേഴ്സിനും ഓരോ ലാംഗ്വേജ് ഡിഫറൻസ്. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കിയാൽ എസ്പെഷ്യലി ഇൻ ദിസ് ഡിസ്ട്രിക്ട് നിങ്ങൾ ഓരോ 15 കിലോമീറ്ററിന് ഒരു ട്രിവാൻഡ്രത്തിലുള്ള മലയാളം, ട്രിവാൻഡ്രം ഞാൻ പൊതുവെ നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു മലയാളത്തിലാണ്. അത് കുറച്ചങ്ങോട്ട് വെഞ്ഞാറമൂട് ഭാഗമൊക്കെ പോയാൽ നമ്മൾ പൊതുവെ ആ ഒരു ഇതുണ്ട്. പിന്നെ കൊല്ലം പോയാൽ വേറെ സ്ലാങ്. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ആ ഒരു ട്രിവാൻഡ്രം മലയാളം നമ്മളൊരു തമിഴ് എല്ലാം മിക്സ് ചെയ്ത്. പിന്നെ നോക്കിയാലുമേ നമ്മളെ ഈ മാർത്താണ്ഡ സൈഡുള്ള തമിഴ്, ഈ നാഗർകോവിൽ സൈഡുള്ള തമിഴ് നാറോലല്ല. പറഞ്ഞ പോലെ കളിയേക്കാവും അവിടെ ഒരു തമിഴുണ്ട്. അത് ആ തമിഴ് ഏകദേശം മാർത്താണ്ഡം പമ്മാകുമ്പോൾ അതൊരു തമിഴാണ്. അത് താണ്ടി കഴിഞ്ഞാല് ഈ അഴയമുണ്ടവും തക്കനൊക്കെ വേറൊരു കാര്യം. അവിടെ നിന്ന് നേരെ പോയാല് നാറോല് അത് വേറെ തമിഴ്. കുളച്ചലുണ്ട്, അവിടെ പോയാല് അത് വേറെ. പിന്നെ നേരെ നമ്മളെ നാട്ടിൽ നമ്മളെ സ്ഥലത്ത് വന്നിട്ട് നേരെ ദോശരം പോയാൽ അത് വേറെ. പക്ഷെ അത് മലയാളമുണ്ട്, മെയിൻലി മലയാളമാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് മിനിമം ഇപ്പൊ നമ്മള് പുറത്തുള്ള കൺട്രീസിൽ ഫോർ എക്സാമ്പിൾ US or UK അവർക്ക് മേജർ ലാംഗ്വേജ് ഒന്നാണ്. പക്ഷെ നമുക്ക് മിനിമം 3 ലാംഗ്വേജ് പഠിച്ചേ പറ്റൂ. മലയാളം എന്തായാലും നമുക്ക് പഠിക്കും, മദർ ടങ് ആണ്. തമിഴ് നമ്മൾ പഠിക്കും, കാരണം നമ്മളിവിടെയാണ് താമസം. അല്ല, പൊതുവെ കന്യാകുമാരിയിൽ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ മലയാളം എക്സാമ്പിൾ ഇപ്പം ഞാൻ മലയാളം പഠിക്കുന്ന വെച്ചാല് എനിക്ക് തമിഴും കൂടി അറിയും. കാരണം അതേപോലെ തമിഴ് അറിഞ്ഞ എല്ലാവർക്കും മലയാളം അറിയും, മനസ്സിലാക്കും. എഴുതി പഠിക്കാൻ അറിഞ്ഞില്ലെങ്കിലും സംസാരിക്കും, അവര് അറിയാം, പൊതുവെ അറിയാം. നോർമലി ഇപ്പൊ ആദ്യമൊക്കെ തമിഴാണ് പഠിച്ചത്, തമിഴ്നാട്ടിലാണല്ലോ. പക്ഷെ നമുക്ക് മലയാളം അറിയാം, കോറെല്ലാം മലയാളമാണ്. അതൊരു ആദ്യം സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ആരെങ്കിലും ചോദിക്കുമല്ലോ, ഞാൻ പുറത്തോട്ട് പഠിക്കാൻ പോയി, അപ്പൊ അവര് ചോദിച്ച ചോദ്യം നിങ്ങൾ തമിഴന ഇല്ല മലയാളം. അതിനുള്ള ആൻസർ എനിക്കിപ്പോഴില്ല, നിങ്ങൾ തന്നെ പറയാം. നമ്മുടെ തമിഴ്നാട് എന്ന് പറയും, കന്യാകുമാരി ആകുമ്പോൾ ഇപ്പോഴും തമിഴ്നാടാണ്. അതിനെപ്പോഴും ഉള്ളതല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ഈ ബോർഡർ ഒന്നും വേണ്ട, പാഠശാല പോയാലും എനിക്ക് തമിഴാ ആ ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മള് മലയാളത്തിൽ സംസാരിച്ചാലും തമിഴാണല്ലേ. ഈ അഴയമണ്ഡലത്തിലൊന്നും കുഴപ്പമില്ല. അഴയമണ്ഡലം കഴിഞ്ഞ് പാറ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആറോലിൽ പോയാലും നമ്മളെ കാണുമ്പോഴത്തേക്കിനും അവരൊരു ബിഹേവ് വരുമ്പോ മലയാളിയാ എസ്പെഷ്യലി കന്യാകുമാരി ടൂറൊക്കെ പോകുമ്പോഴേ അതിന് പതിവുള്ളതാണ്. വേറൊരു കാര്യം, നമ്മളെ സ്ഥലത്തൊക്കെ നമ്മൾ ടൂർ പോകണമെങ്കിൽ ഒരു സാധാ ഒരു ഷർട്ട് ഇട്ട് ഒരു
സിമ്പിളായി. ഇങ്കി അല്ലെങ്കിൽ ഒരു കറുപ്പ് ലോക്കലാണ്, ഇവന്റെ ഒന്നും പറയരുത്. അത് നമ്മൾ ഈ മുണ്ടൊക്കെ ഇട്ട് പോയി അവൻ വിചാരിക്കാണ് കൂടിയ അണ്ണാ ചേട്ടനാ മാറും. അങ്ങനെയൊക്കെയാണ് നമ്മളെ അങ്ങനെയാണ് നമ്മുടെ ഒരു നമ്മുടെ ലെവൽ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒരു 3 ഡിഫറെന്റ് കൾച്ചറെല്ലാം നമ്മൾ മേർജ് ചെയ്തിട്ടാണ് നമ്മളുടെ. പക്ഷെ ഇതിപ്പോ നമ്മളെ അടുത്ത് മാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും റാൻഡം ആയിട്ട് ഒരാളെ ചോദിച്ചിട്ട് ഈ സെയിം ചോദ്യം ചോദിച്ചാൽ അവര് ഈ സെയിം ഉത്തരം തന്നെ പറയും. നമുക്കത് മലയാളം നമുക്ക് ആ കൾച്ചർ അറിയാം. ഓ അവരെന്ത് അവര് ഇപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ ദേവി കോവിലിലൊക്കെ പൂജകൾ കാണും. അപ്പോഴേ ഇവിടെ നമ്മളെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, ആദികൃഷ്ണൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ കോവിൽ അതിനുള്ള പ്രശ്നങ്ങളില്ല. അവർക്ക് വിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷെ അവരകത്ത് വന്നിട്ട് ആ ഒരു കൾച്ചർ എന്താണ് ഇല്ല. അത് മാത്രമല്ല, കന്യാകുമാരിയിലുള്ള ഒരു പ്രത്യേകത ആണ്, അവര് റെസ്ട്രിക്ട് ചെയ്യില്ല പാരന്റ്സ്. ഇപ്പൊ നമ്മളെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയാലും ക്രിസ്മസ് ഒക്കെ ആവുമ്പോൾ ചർച്ചിൽ പോയിട്ടോ കുഴപ്പമില്ല. നമ്മള് മറ്റേ ഇതിനൊക്കെ ലൈറ്റ് കാണുമ്പോ ന്യൂ ഇയറിന് വണ്ടി എടുത്തോണ്ട് ആക്ച്വലി ഈ കുളി കോൺസെപ്റ്റ് മേജർലി ഫേമസ് ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിലാണ് അവര് ആദ്യം തുടങ്ങി കുളി കൾച്ചർ. പക്ഷെ ലാസ്റ്റ് ഒരു 3 years ആയിട്ട് നോക്കിയാല് നമ്മളെവിടെ ഓരോ ഏരിയയില് അവരെ കോമ്പറ്റീഷൻ ആരാണ് ഏറ്റവും നല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വിച്ച് ഇസ് ഗുഡ്. കാരണം നമ്മളൊരു അവരെ കൾച്ചർ മനസ്സിലാക്കും, നമുക്കതൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ലേണിംഗ് ആണ്. കുറെ കാര്യങ്ങൾ പഠിക്കും, പിന്നെ ഇംപ്ലിമെന്റേഷൻ ചെയ്യണം. ഒരു എനിമിറ്റി ഇല്ലല്ലോ, മാറി മാറി നമ്മള് പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് എല്ലാരും നമ്മളെ കുറിച്ച് തെറ്റായിട്ട് വിചാരിക്കുന്നത്. അതായത് നമ്മള് ഈ കന്യാകുമാരി മലയാളീസ് ഉണ്ട്, അവര് ദേ ആക്ടില് ഡിഫറെന്റ്. കന്യാകുമാരിയിൽ തമിഴ് സംസാരിക്കുന്ന മെജോറിറ്റി ആൾക്കാരുണ്ട്, അവര് ദേ ആക്ടിന് ഡിഫറെന്റ്. രണ്ടില് കുറെ ആൾക്കാരുണ്ട്. നമ്മളിതിൽ എന്ത് ചെയ്യണം പറഞ്ഞൂടാ. ഇപ്പൊ ഈ തമിഴ് ആയിരുന്നാലും മലയാളം സ്പീക്കിംഗ് ആൾക്കാർക്ക് അവര് പൊതുവെ സംസാരിക്കുന്ന ഒരു റൂഡ് ടോണാണ്. അപ്പൊ വെളിയിൽ സിറ്റി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു പൊതുവെ വെച്ചാൽ അവര് ഭയങ്കര റൂഡാണ് അവർക്ക് സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ സംസാര ശൈലി എന്തെങ്ങനെയാണ്, ഇവരുടെ സംസാര ശൈലി എങ്ങനെയാണ്. ഇപ്പൊ നമ്മള് എന്താ എവിടെയാണെന്ന് ചോദിക്കില്ല. ഇതാണ് യഥാർത്ഥ സ്നേഹം. സപ്പോസ് ഞാൻ നിന്നോട് നിങ്ങൾ അത്യാവശ്യം ചെയ്ത് ടോണ് മാറിയതൊന്നും എനിക്ക് തന്നെ ആവശ്യമുണ്ടോ? ഡിഫറൻസ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് സംസാരിക്കുന്നത് ചെറിയ ഒരു മാറ്റം അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് കോൺസെപ്ഷ്യൽ രീതിയിലാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നമ്മൾ വിഷു ഉണ്ട്, തമിഴ് ന്യൂ ഇയർ ഉണ്ട്. തമിഴ് ന്യൂ ഇയർ ആയിരുന്നു, നമ്മൾ തമിഴ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ദിവാലി സെലിബ്രേറ്റ് ചെയ്യും, ലോക്കൽ ഹോളിഡേ ആണ്, ഓണത്തിന് ലോക്കൽ ഹോളിഡേ ആണ്, ക്രിസ്മസിന് ലോക്കൽ ഹോളിഡേ, റംസാന് ലോക്കൽ ഹോളിഡേ ആണ്. അപ്പൊ ഈ ഇന്ത്യയിൽ പൊതുവെ നമ്മൾ പറയുന്നത് ആൾ തമിഴ് പറയുമല്ലോ. ഒരു റിയൽ എക്സാമ്പിൾ ആണ് നമ്മുടെ കന്യാകുമാരി. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും എക്സ്ട്രാ ആയിട്ടല്ല, ഒരു എക്സ്ട്രാ ലെയർ ആഡ് ചെയ്തിട്ട് നമ്മള് അൺഫിൽറ്റർഡ് ആണ്. ഇത് നമ്മൾ ഈ പറഞ്ഞ സെയിം സാധനം പുറത്തൊരു തേർഡ് പേഴ്സൺ നോളജ് ചോദിച്ചാൽ പോലും അവർ ഇത് തന്നെ അതാണ് ഏറ്റവും വലിയ നല്ല കാര്യം. സോ അങ്ങനെയാണ് അതിന്റെ ഒരു ചേഞ്ച് ഉള്ളത്. സോ ബട്ട് നിറയെ കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ വിഷുവിന് നമ്മൾ നേരത്തെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട കാര്യങ്ങളല്ല ഇവിടെ കാണുന്നത്. നിറയെ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചേഞ്ചാണ് ഭാരം അധികം ഈ പൈസ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാൻ പറയുന്ന വെച്ചാല് പിള്ളേർ പണ്ട് നമ്മളെ കുറിച്ച് നമ്മള് പിള്ളേരെല്ലാം വെളിയിൽ കാണുന്നില്ല, ഇവിടെ പോകുന്നതും ചിലപ്പോഴും മാമിമാർ വീട്ടിൽ വന്ന് അവരുടെ പക്ഷെ ഇപ്പൊ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും മെനക്കെട്ട് നമ്മൾ പോയി വാങ്ങിക്കും. അപ്പൊ ഇന്നെല്ലാം നോക്കുമ്പോഴും വെയിലൊന്നല്ല, പക്ഷെ അതൊരു ഇത് മാറി. ഇതാണ് ഇന്ന് കോവില് പോയപ്പോഴത്തേക്കിന് രാവിലെ ഞാൻ പിള്ളേരെ കണ്ടില്ല, ഞാൻ ആരില്ല, പിള്ളേരുണ്ട് പക്ഷെ വെളിയിലാവില്ല. അതൊരു ഭയങ്കര വലിയൊരു ചേഞ്ച് ആണ് നമ്മൾ വളർന്ന രീതിയിൽ കാണുമ്പോഴും. ബാക്കി ഏരിയാസിൽ എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇവിടെ ആ ഒരു ചേഞ്ച് അത് ഇന്നോവേറ്റീവ്ലി നമുക്കൊരു ഭയങ്കര
ഭയങ്കര മാറ്റമാണ്. കാരണം നമ്മളൊരു സെറ്റ് ഓഫ് രീതിയിലാണ് ഇത്രയും ദിവസം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇത്രയും ദിവസം അങ്ങനെയാണ് സെലിബ്രേറ്റ് ഇങ്ങനെയാണ് ഉള്ളത്. അത് മൊത്തത്തിൽ മാറുമ്പോഴേ നമ്മൾ ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് ചെയ്ത് വന്ന് ആ ചേഞ്ച് കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അതൊരു മാതിരി. എക്സാക്ട്ലി. പിന്നെ നമ്മള് അതന്നെ അതപ്പോ നമ്മൾ ഫെസ്റ്റിവൽസിന്റെ ലെവൽ ഓഫ് എൻഗേജ്മെന്റ് തന്നെ കുറഞ്ഞു. പണ്ടത്തെ ഒരു ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ശ്രീ ആദികേശ്വര ഇവിടെ ഒരു അത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു വർഷത്തെ 2 പ്രാവശ്യം ഉത്സവമായിട്ടാണ് നമ്മള് അപ്പൊ ഈ 6 മാസത്തിന് ഒരിക്കൽ ഉത്സവം നടക്കുമ്പോ ഇവിടെ ഒരു ഉത്സവം എന്താണ് സെലിബ്രേഷൻ എല്ലാരും കൂടണം, ആൾക്കാർ കൂടി എൻഗേജ് ആവണം. കുറെ ആൾക്കാര് അമ്പലത്തിലോട്ട് വരും. അതൊരു ഒരു ഫെസ്റ്റിവൽ സീസൺ. പക്ഷെ ഇപ്പോഴ് ഫെസ്റ്റിവൽ നടത്തുന്ന ഒരു ഇതാണ് ഒരു മാൻഡേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. സ്ട്രിക്ട് റൂൾ സ്ഥിരം പൂജ നടക്കാറുള്ളത് പോലെ മൾട്ടിപ്പിൾ റീസൺസ്. പണ്ടത്തെ പോലെ ഇല്ലല്ലോ, സിറ്റീസിലോട്ട് മാറി. പണ്ടത്തെ ആൾക്കാരില്ല, പണ്ടത്തെ രീതികളില്ല. അത് ഈ വീട്ടിൽ പറയാൻ പാടില്ല. പക്ഷെ അത് സത്യമാണ്. അത് ചേഞ്ച് ഇസ് ഇന്നവിറ്റബിൾ എന്ന് പറയും കുറെ കാര്യങ്ങളുണ്ട്. അത് എസ്പെഷ്യലി ഈ പറഞ്ഞ വിഷുവിലാവട്ടെ അത് കുറെ മാറ്റങ്ങളുണ്ട്. ഈ പോകുന്നത് കാണുമ്പോഴത്തെ ഇങ്ങനെ പേടിയാണ്. ഈ നമ്മളെ പിള്ളേരെ അറിയാമോ? നമ്മൾ പേടിക്കേണ്ട കാരണം എന്ന് വെച്ചാല് നമ്മള് ഇവിടെ ഈ ലാൻഡ് ഫെസ്റ്റിവൽസ് ആണ്. നമുക്കൊരു ഫെസ്റ്റിവൽസേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാല് ഏറ്റവും കൂടുതൽ ലോക്കൽ ഹോളിഡേസ് ഉള്ളത് ഇവിടെ. നമുക്കിപ്പോ നാഗർകോവിൽ ഫെസ്റ്റിവൽ ആണെങ്കിലും തക്കലയിലെ ഫെസ്റ്റിവൽ ആണെങ്കിലും ഉണ്ട്. അതേ സായിബാബയുടെ ഫെസ്റ്റിവൽ ആണെങ്കിൽ അത് അങ്ങനെ ദൈവം സഹായിച്ച് കൊച്ചുകുട്ടികൾ ഇവിടെ പഠിക്കുന്നതാണെങ്കിൽ കാരണം എല്ലാത്തിനും ലീവ് ഉണ്ട്. പക്ഷെ ഇപ്പോഴ് കുട്ടികളും പേരൻസും അതിന്റെ ഓരോ ഫെസ്റ്റിവലിനും കാണിക്കുന്ന ഇൻവോൾവ്മെന്റ് വളരെ ഈ നമുക്കിപ്പോ പിള്ളേരെ ചോദിച്ചാൽ പണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്കൂൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അറിയാം. ഇത്ര ദിവസം നമുക്ക് ഇതിന് ലീവ് ഉണ്ട്, എക്സാം അപ്പൊ ഈ 3 ദിവസം ലീവ് ഉണ്ട്, പൊങ്കലാകുമ്പോൾ ഇത്ര ലീവ് ഉണ്ട്. അപ്പൊ നമ്മ ലീവ് ആവുമ്പോഴത്തേക്ക് നമ്മളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അപ്പം ലീവാണ്, ഓക്കെ ഉണ്ട്, ഫോൺ എടുത്തോ, നോക്കിക്കോ. ഒരു ലീവെന്നല്ല അവർക്ക് അറിയുന്നില്ല, മനസ്സിലായല്ലോ. കാരണം പണ്ടെന്ന് വെച്ചാൽ എന്റെ അമ്മയൊരു ടീച്ചറായി. അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ പണ്ടത്തെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കുറച്ച് ഹാർഷായിരുന്നു. മീൻസ് അടിപിടിയും കാര്യങ്ങളൊക്കെ നമ്മള് അങ്ങനെ ഈ ഫോണൊന്നുമില്ല. നമുക്ക് സ്ക്രീൻ ആവുമ്പോഴത്തേക്ക് ഇപ്പൊ സ്ക്രീൻ ടൈം അവർക്ക് പിള്ളേർക്ക് അറിയുന്ന സ്ക്രീൻ ടൈം ഫോണിലും ടാബിലുമാണ്. പണ്ടത്തെ സ്ക്രീൻ ടൈം നമ്മൾ വലിയ അത് അവര് അമ്മയെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടാനും അറിഞ്ഞിട്ട് അല്ലേ പണ്ടത്തെ നമ്മൾ അങ്ങനെ വളർന്നത്. അത് നമ്മളിപ്പം എന്തെങ്കിലും നോക്കണമെങ്കിൽ പോലും നമുക്കിപ്പോ ഒരു കാര്യം അറിയണമെങ്കിൽ പോലും നമ്മൾ പണ്ടത്തെ കാലത്ത് എന്ത് ചെയ്യും, ഓരോ ബുക്കായിട്ട് പോയി നോക്കും. ഒന്നില്ല ഒരു വേർഡിന്റെ മീനിങ് അറിയണമെങ്കിൽ പോലും എന്റെ കൊച്ചു പ്രായത്തില് അങ്ങനെ നോക്കുമ്പോഴ് നമ്മള് പല കാര്യങ്ങളും അപ്പോഴും കാണും. പല കാര്യങ്ങളും നമ്മുടെ ടീച്ചേഴ്സ് ഒന്ന് എൻകറേജ് ചെയ്യും. ഡിക്ഷണറി നമുക്ക് സ്കൂളിൽ അറിയാലോ, നമ്മുടെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഡിക്ഷണറി വെച്ചിരിക്കണം, നമ്മൾ ഇതിൽ തന്നെ നോക്കണം എന്നൊരു കാര്യമുണ്ട്. അങ്ങനെ അല്ലല്ലോ. ഡിക്ഷണറി ഓക്കെ, ഡിക്ഷണറി മാത്രമല്ല നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ സയൻസിലെ ഒരു കാര്യമാണെങ്കിൽ നമ്മൾ സയൻസ് ബുക്ക് എടുക്കും. അപ്പൊ ആ കാര്യം നോക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് വേറെ പല കാര്യങ്ങളും ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ബുക്ക് നോക്കുന്നുണ്ടോ? ഇപ്പൊ ഇപ്പൊ നമ്മള് അതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഒരു ലെവൽ ഓഫ് ഞാൻ പറയുന്നത് കറക്റ്റാണ് നിങ്ങൾ പറയാൻ. There were 2 types of distractions in earlier days. അതായത് നമ്മള് കുട്ടിക്കാലത്തിൽ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു ബുക്ക് എന്തെങ്കിലും വായിക്കുമ്പോൾ വേറൊരു കാര്യത്തിലോട്ട് നമ്മൾ ഡിസ്ട്രാക്ട്. പക്ഷെ ആ ഡിസ്ട്രാക്ഷൻ വാസ് ഗുഡ്. അതായത് അതിനൊരു നല്ല ഒരു ഐഡിയ ഉണ്ട്. നിങ്ങളൊരു കഥ പഠിക്കുമ്പോൾ കഥയിൽ ഒരു ക്യാരക്ടർ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ അത് കാരണം നിങ്ങൾ ഡിസ്ട്രാക്ട് ആവും. പക്ഷെ ഇപ്പോഴേ ഡിസ്ട്രാക്ഷൻ വെച്ചാൽ ഒരു ഫോണിൽ നമ്മളൊരു ഫോർ എക്സാമ്പിൾ റീൽസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽസും അതിന്റെ അൽഗോരിതം എങ്ങനെ വർക്കാണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് ഓരോ റീൽസാണ്. നമ്മൾ ഓരോ റീൽസ് കിട്ടുന്നുണ്ട്. കോമഡി മാത്രം കണ്ടോണ്ടി പെട്ടെന്ന്
സീരിയസ് വരും പെട്ടെന്ന് സീരിയസ് ആവും, പെട്ടെന്ന് കോമഡി, പെട്ടെന്ന് ആഡ് ആവും, അത് അഡ്വർടൈസ്മെന്റ്. അങ്ങനെ നമ്മുടെ മൈൻഡ് ഫക്ക് സിറ്റുവേഷൻ നമ്മൾ അവർ കൊണ്ടുപോകണം. അത് കാരണം ഇത് നമുക്കും എഫക്ട് ചെയ്യുന്നുണ്ട്, കുട്ടിയൊക്കെ. സോ അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ അതില് നല്ല രീതിയിലും ഉണ്ട്, ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ പേരിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഉണ്ട്. സോ അത് നോർമൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫക്ട്സ് എഫക്ട്സ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു ലെവൽ വരെ പേരൻസിനൊന്നും വെച്ച്. പിന്നെ വേറൊരു കാര്യം ഞാൻ റീസെന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മള് കൊച്ചിന് കഴിക്കുമ്പോഴേ അമ്മമാരെ അകത്ത് പിടിച്ചിരുത്തി, പടി പിടിച്ചിരുത്തി, വാരിയിരുത്തി നമ്മൾ കയറി ഇരിക്കും, സംസാരിക്കണം. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാര് ഞാൻ കണ്ടിട്ടുള്ള ഫോൺ കാണി. പിന്നീട് നമുക്ക് കാണുമ്പോൾ ഇവിടെ അമ്മ വേറൊരു ഫോൺ വെച്ചിരിക്കും, അമ്മയ്ക്കൊരു ഫോണ്, കൊച്ചിനൊരു ഫോണാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു എമോഷണൽ കണക്ട് എന്ന് പറയുന്നത് വരില്ല. പണ്ടൊക്കെ അമ്മ ഡേ എന്നൊരു വിളി വിളിച്ചാൽ നമ്മൾ അവിടെ ഇരിക്കും. ഇപ്പോഴും ഡേ എന്ന് വെച്ചാൽ ആരെയും വിളിക്കും, അത് നല്ല നിറയെ ചേഞ്ചസ് ഉണ്ട് ഇത് കാരണം. ആ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മളൊരു ചെറിയ കാര്യം ചിന്തിച്ചാല് നമ്മളിപ്പോ ഈ മെയിൻ എന്റെ ഒരു മെയിൻ ഐഡിയ ഈ ഒരു കോൺവെർസേഷൻ നടത്താനുള്ള മെയിൻ കാരണം തന്നെ ഇതായിരുന്നു. ഒരു ദിവസം ഞാൻ എന്റെ ബാറ്ററി ഡെഡ് ആയി. അപ്പൊ ഞാൻ കൂട്ടിയിട്ട് ഞാൻ ആലോചിച്ചു, പണ്ട് നമ്മൾ എന്തൊക്കെ ഇമാജിൻ ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ടി വിയിൽ ഒരു സീൻ കാണും, അതായത് ഒരു കാർട്ടൂൺ എന്ന് വെച്ചാൽ ബെൻറ്റല്ല ഒരു സീനാണ്. അപ്പൊ നമ്മൾ എന്താ ഈ നമ്മളെ ഏരിയയിൽ എങ്ങനെ എന്തെങ്കിലും അപ്പൊ നമ്മുടെ കോഗ്നേറ്റീവ് എബിലിറ്റി കൂടും. ബട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ കോഗ്നേറ്റീവ് എബിലിറ്റി കുറവാകും. അത് ചില കുട്ടികൾക്ക് കൂടുതലാണ്, ചില കുട്ടികൾ ഫൗണ്ടായിട്ടാണ്, എന്നെക്കാട്ടിലും നല്ല ക്ലാസ്സൊക്കെ അടിക്കും. സോ അത് അവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ബട്ട് ജനറലി നോക്കിയാൽ ഈ സ്ക്രോളിംഗ് ടെൻഡൻസി ഉള്ളവർക്ക് കോഗ്നേറ്റീവ് എബിലിറ്റി കുറയും. പിന്നെ ഈ GPT എല്ലാം കിട്ടുന്നുണ്ട്. പണ്ട് അവര് ഇതിൽ എന്ത് കിട്ടുന്നുണ്ടോ പണ്ടൊക്കെ ആവുമ്പോഴേ പറഞ്ഞ പോലെ ബുക്ക് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം ഒരു ടോപ്പിക് അല്ല, നീ ആ ടോപ്പിക് ഞാനും അതേ ടോപ്പിക് നീ അതേ ടോപ്പിക്, പക്ഷെ മൂന്നും കൊണ്ടുവരുമ്പോഴത്തേക്കും വേറെ ഇൻഫർമേഷൻ ആയിരിക്കും അല്ലെ. പക്ഷെ ഇപ്പഴങ്ങനെ അല്ലല്ലോ, ചാറ്റിൽ എല്ലാവരും ഓരോ ഇൻഫർമേഷൻ. നമ്മള് വീട്ടുകാരോട് ചോദിക്കും, അറിഞ്ഞ ആൾക്കാരോട് ഇൻഫർമേഷൻ. അപ്പൊ ഒരാൾ തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് 10 ഇൻഫർമേഷൻ കിട്ടും, ഞാനും ഒരു 5 ഇൻഫർമേഷൻ ഉണ്ട്, നീയും കൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറെ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പഴങ്ങനെ അല്ലല്ലോ, അബണ്ടൻസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത ചില സമയത്തൊക്കെ നമ്മള് എക്സാക്ട്ലി നമ്മൾ കേൾക്കുന്ന സാധനം കിട്ടൂല, അതിനെ പറ്റിയുള്ളത്. ഇപ്പോഴും വേറെ കോമ്പറ്റീഷൻ ഞാൻ റീസെന്റ് കണ്ടത്, പണ്ട് ബുക്ക് വെച്ച് നമ്മളെ പഠനം ബന്ധല്ലേ ബുക്ക് വെച്ച് പഠിക്കും, ബോറടിച്ച വീശ് എന്നാ ഭയങ്കര ബോറടിച്ച മാക്സിമം ബുക്കൊക്കെ ഇങ്ങനെ കയറി വെച്ചിട്ട് ഫോട്ടോ വെച്ച്, പിന്നെ ബുക്ക് കേൾക്കുന്ന സാധനം. അതായത് നമ്മള് ബുക്ക് നമ്പർ ഉണ്ടല്ലോ, പേജ് നമ്പർ തുറക്കുമ്പോ ഓരോ നമ്പർ വരും. ആ നമ്പർ അതുപോലത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ബുക്ക് ഫോട്ടോ കഴിക്കും, അതായത് ബുക്ക് ഇങ്ങനെ വളച്ചു വെച്ചിട്ട് പഠിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോഴൊക്കെ കളിക്കുന്നത് ഈ എഴുതി പോലീസ് ആൻഡ് തീഫ്, ബൂസ്റ്റ് എന്നൊക്കെ നമ്മൾ കളിക്കുമല്ലോ. ഞാൻ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് നോക്കിയപ്പോ ഇമ്പോസ്റ്റർ തരികയാണ് എനിക്കറിയില്ല. കണ്ടുപിടിക്കുന്നത്. പക്ഷെ സംഭവം ഇമ്പോസ്റ്റർ ഓൺലൈൻ ഗൂഗിളിൽ അടിച്ചാൽ വരും. ആദ്യത്തെ എത്ര പ്ലേയേഴ്സ് ചോദിക്കും, 6 പ്ലേയേഴ്സ്, 3, 4, 6 പ്ലേയേഴ്സ് നിർത്താം. അതിൽ നമ്മൾ ഷോ മൈ ആൻസർ കൊടുത്തോന്നെ. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 പേരുണ്ടെങ്കിൽ ഒരു വേർഡ്, ആ 4 പേർക്ക് ആ വേർഡ് കാണും, ഒരാൾക്ക് ആ വേർഡ് കാണില്ല, ഒരാളാണ് ഇമ്പോസ്റ്റർ. അപ്പം നമ്മള് ബാക്കിയുള്ളവർക്ക് ഈ വേർഡിനെ കുറിച്ച് ഹിൻസ് പറയും. ഹിൻസ് പറഞ്ഞിട്ട് മാറി മാറി പറയല്ലേ, ഇപ്പൊ അറിഞ്ഞൂടാത്ത ആളിന് അപ്പൊ നമുക്ക് മനസ്സിലാവോ ഇവനാണ്, അത് കണ്ടുപിടിക്കലാണ്. അപ്പം ഇതിലതുപോലെ 5 പ്ലെയർ നമ്മളെ ഷോ മൈ നെയിം നമുക്ക് എന്റെ പേര് കാണിക്കും, എനിക്കുള്ള ആ വേർഡ് കാണിക്കും. ഞാൻ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഹൈഡ് ആവും അതായത്, എന്നിട്ട് ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കും, എന്നിട്ട് നീ നോക്കുമ്പോഴേ നിന്റെ വേർഡ് കാണിക്കും, നീ നെക്സ്റ്റ് പിന്നെ ഹൈഡ് ആവും. അങ്ങനെ
ചില ഈ മൈൻഡ് ഗെയിം ഒക്കെ പോവാം. ഡിജിറ്റൽ വെർഷൻ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഒന്നുമില്ല, നമ്മളിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, വണ്ടി വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മള് മറ്റേ സ്റ്റുഡിയോ പോയി ആൾക്കാരെ വിളിച്ചിട്ട് കാണണം. സ്റ്റുഡിയോ പോയപ്പോ ആരെയും വിളിക്കാം. അതേ വിളിച്ച് പോകുമ്പോ ആരെയും ഫോൺ എടുത്തില്ല. വളരെ encourage ചെയ്യാം. വീഡിയോസിൽ വരും ഒരു ക്യാമിയോ ഉണ്ട് അവന്. ക്യാമിയോ മാത്രമേ കിട്ടത്തുള്ളൂ. ക്യാമിയോ മാത്രമേ ക്യാമിയോ തന്നെ വലിയ ഭാഗ്യമാണ്. ഇപ്പം പണ്ടത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ഇതിലും അപ്പോഴും നെഗറ്റീവ് ഉണ്ട്. എന്തെന്ന് വെച്ചാല് വിദ്യാലയത്തിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് പോയത് തിരിച്ചു വരില്ല. അതായിരുന്നു നെഗറ്റീവ്. അതാണ് ഇല്ല, വേറൊരു നെഗറ്റീവ്, വേറൊരു നെഗറ്റീവ് നമ്മളെ ഓർമ്മ ഉണ്ടോ ഈ ശക്തിമാനൊക്കെ വന്ന സമയത്തൊക്കെ കറങ്ങുന്നത്, കറങ്ങി ഒക്കെ വരുന്ന സമയത്ത് ഓരോന്നായിട്ട് ചെയ്യുന്നത് അടി പക്ഷെ അതൊക്കെ നല്ല രീതിയായിരുന്നു. നല്ല രീതിയിലായിരുന്നു. പക്ഷെ ഒന്ന് രണ്ടെണ്ണം ഈ ശക്തിമാനൊക്കെ താഴെ നിന്നൊക്കെ സോ അതാണ് മേജർ. സോ ഇന്നത്തെ ഒരു ഐഡിയ ഇതായിരുന്നു. ഇന്നത്തെ കോൺവെർസേഷൻ ഇതായിരുന്നു. നമുക്ക് മനസ്സിലായിരുന്നു എനിക്ക് ഇങ്ങനെയാണ് ഇത് നമ്മൾ സംസാരിച്ച നമുക്ക് 2 മണിക്കൂർ പുഷ്പം പോലെ സംസാരിക്കും. പക്ഷെ നമ്മുടെ ഐഡിയ വന്നിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഇൻഫർമേഷൻ പാസ്. പക്ഷെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് ടെക്നോളജീസ് അതിൻ്റെതായ ഫ്ലോസ് അല്ല, ന്യൂവിലും അതിൻ്റെതായ ഫ്ലോസ് ഉണ്ട്. സോ ഇവഞ്ചലി ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം നോക്കിയാൽ ഇപ്പൊ നല്ല ചൂടുണ്ട് അല്ലെ? ഭയങ്കര ചൂട്. അത് പറയണ്ട. അപ്പോ അത് ഈ ചൂട് എന്താണ് എന്തിനാണ് എന്നുള്ളത് നമ്മള് വരുന്ന വീഡിയോസിൽ സംസാരിക്കുന്നതാണ്. അപ്പോ നമ്മളെ ജില്ലയിൽ സ്റ്റേ ട്യൂൺ. നമ്മൾ തമ്മിൽ സീരീസ് 2 വാച്ച് ചെയ്യുക. ഓഫ് കോഴ്സ് ഈ വീഡിയോ വാച്ച് ചെയ്ത് ഫുൾ ലെങ്ത് ആയിട്ട് വാച്ച് ചെയ്തതിന് താങ്ക്സ്. കാണാം. യെസ്, ബട്ട് വെയിറ്റ് ഫോർ ദ പാർട്ട് 3. പാർട്ട് 3 കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ദാറ്റ് വുഡ് ബി ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി സീരീസ്. സോ അതില് നമുക്ക് കുറെ കൂടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ, കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് കുറച്ചുകൂടെ കോമഡി ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ അതുവരെ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.